ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഞാൻ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നോക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിട്ട് കുറച്ചൊന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തില്ല. അതിനുശേഷം ഏകദേശം 11:30 ആകുന്ന 11:20 ആകുന്ന സമയത്ത് 11:20 നമ്മൾ ട്രേഡ് എടുത്ത് ഡൗൺ സൈഡിലേക്ക്. കാരണം അത് ആ സമയത്ത് നമ്മൾ റെസിസ്റ്റൻസിലേക്ക് ബ്രേക്ക് ചെയ്ത ശേഷം രണ്ടാമത് അവിടെ പോയി ടച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുത്തത്. ഞാൻ എന്താക്കി വെച്ചാൽ ആദ്യത്തെ ബ്രേക്കിങ്ങിൽ തന്നെ ട്രേഡ് എടുത്തിരുന്നു ഹാഫ് ക്വാണ്ടിറ്റി. പിന്നെ രണ്ടാമത്തെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് എടുത്തത്. രണ്ട് ട്രേഡാണ് ഞാൻ എടുത്തത്. അങ്ങനെ അത് രണ്ടും ഏകദേശം ഈ ലെവലിൽ എത്തുന്ന, അതായത് നമ്മൾ ആദ്യത്തെ സപ്പോർട്ടിലെത്തുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും രണ്ടാമത് ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിരുന്നു. അതും താഴത്തെ സപ്പോർട്ട് ലെവലിൽ എത്തുന്ന സമയത്ത് അതും എക്സിറ്റ് ആക്കി. രണ്ട് ട്രേഡും അത്യാവശ്യം തന്നെ പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ ഇറങ്ങിയതെന്നും. അപ്പോൾ നമ്മളൊരു വ്യൂ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഡൗൺ സൈഡിലേക്കാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രേഡ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മാത്രമല്ല ഗ്രൂപ്പിൽ അവസാന നിമിഷം ഞാൻ ഒരു ഓപ്ഷൻ്റെ ഡീറ്റെയിൽസും കൂടി ഇട്ടിരുന്നു ഗ്രൂപ്പിൽ. ഓപ്ഷൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ വന്നത്, ഓപ്ഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കോൾ ഓപ്ഷനാണ് പുട്ട് ഓപ്ഷനാണ് കൂടുതൽ നിൽക്കുന്നതിന് കൃത്യമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെല്ലിംഗ് പ്രഷർ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് ഡാറ്റ ഓണിക്കാൻ മനസ്സിലാവും. അത് നോക്കിയിട്ടും ട്രേഡ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ നാളത്തെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ 24,900 ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. 900 അതിന് കുറച്ച് താഴത്തായി 24,880 ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. പിന്നെ 24,830 ഒരു സപ്പോർട്ടാണ്. പിന്നെ 24,750 ഒരു സപ്പോർട്ടാണ്. പിന്നെ 24,700. ഇത്രയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒന്ന് 24,880, 24,830, 24,750, 24,700. ഇത്രയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. നാളെ ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് മാർക്കറ്റ് താഴേക്ക് വരികയാണെന്നാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. നോക്കാം നമുക്കൊന്ന്. ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു സൈഡ് വേസ് വ്യൂ ആണ് നാളെ ഉള്ളത് മാർക്കറ്റിൽ. നമുക്ക് നോക്കാം, നാളത്തെ ഓപ്പണിംഗ് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനമെടുക്കാം. അപ്പോൾ എന്തായാലും നാളെ ഒന്ന് ഗ്രൂപ്പ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 24,950, 25,000, 25,150. ഇതാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അപ്സൈഡിലേക്ക് ഇപ്പോൾ എനിക്കൊരു വ്യൂ ഇല്ല. എങ്കിലും നാളത്തെ കാര്യമായതുകൊണ്ട് തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് ഏകദേശം നമുക്ക് കുറച്ചും കൂടി വ്യക്തമാവും നാളത്തെ മാർക്കറ്റും കൂടി കഴിഞ്ഞാൽ. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു സൈഡ് വേസ് വ്യൂ ഞാൻ വെക്കുന്നത്, അതായത് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കും പോവാം. മിക്കവാറും സൈഡ് വേസിലേക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ലെവലിലേക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ കുറച്ചൊന്ന് 24,850 വരെ വന്നിട്ട് 830 വരെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ഒരു കുറച്ചൊരു മിക്സായ ഒരു അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ ഗ്രൂപ്പ് ഒന്ന് നോക്കിക്കോളൂ. മിക്കവാറും ഞാൻ ട്രേഡ് എടുക്കുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 24,830 എത്തുന്ന സമയത്ത് അപ് ട്രെൻഡിലേക്ക് കാണിക്കുകയാണെങ്കിൽ ഞാൻ മുകളിലേക്ക് ട്രേഡ് എടുക്കും. ഓക്കെ, അത് സി സൈഡിലേക്ക് എടുക്കും. അല്ല ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ട് പോകുന്നതെങ്കിൽ 24,950 നിന്ന് ഒരു ഡൗൺ സൈഡിലേക്ക് ഫാൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഡൗൺ സൈഡിലേക്ക് പി സൈഡിലേക്ക് ട്രേഡ് എടുക്കും. സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിലാണ് ബുദ്ധിമുട്ടാകുന്നത്. ഏത് വശത്തേക്ക്, അതായത് ഇപ്പോൾ ഓപ്പൺ ആയത് 10-20 പോയിന്റ് അപ്പുറം ഇപ്പോഴായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് മാത്രമേ ഞാൻ ട്രേഡിലേക്ക് കടക്കുന്നുള്ളൂ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ കുറച്ച് ലെവലുകൾ നോക്കി നോക്കാം. കാരണം വെച്ചെങ്കിൽ നിഫ്റ്റി നാളെ ട്രേഡ് ഇല്ലെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കാം. നിഫ്റ്റിയിൽ ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഇതിൽ ട്രേഡ് എടുത്താൽ മതി. എല്ലാത്തിനും ചാടിക്കറി ട്രേഡ് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 55,000 തന്നെയാണ്. അതിൻ്റെ മുകളിൽ പിന്നെ 55,150, പിന്നെ 55,350, പിന്നെ 55,450. ഇത്രയാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. സപ്പോർട്ടായിട്ട് വരുന്നത് 54,850, 54,700 ആണ് പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത്. ഇത്രയും മതി. ഇതിനുള്ളിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ച് മുകളിലേക്ക് പോയിട്ട് 55,000, 55,020 ആ റേഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാവുന്നതാണ്. കാരണം അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ ടച്ച് ചെയ്തതിന് ശേഷം താഴേക്ക് വരുന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ 55 ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 55,20 ഒക്കെ ബ്രേക്ക് ചെയ്ത്, അതായത് 55,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് താഴത്തേക്ക് ട്രേഡ് നോക്കാവുന്നതാണ്. ഇനിയാണ് ഞാൻ നാളത്തേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിഫ്റ്റിയിലൊന്നും. എന്നാൽ ഡാറ്റ ഞാൻ നാളെ പറ്റുമെങ്കിൽ ഇട്ടുതരാം, നോക്കിയിട്ട് കേട്ടോ. അങ്ങനെ ഗ്രൂപ്പിലൊന്നും നോക്കിക്കോളൂ നാളെ നിഫ്റ്റീൻ്റെ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് കേട്ടോ. ഓക്കെ, നാളെ കാണാം.